എൻ്റെ പേര് ഷാജിന. തൃശ്ശൂർ ജില്ലയിലെ അടാത്താണ് എൻ്റെ വീട്. ഇന്ന് റണ്ണർ എന്ന പൊസിഷനിൽ നിൽക്കുന്നു. RCM എന്നെ പരിചയപ്പെടുത്തിയത് എൻ്റെ കസിൻ ബ്രദറും കൂടിയായ താലിബ് സാറാണ്. അതുപോലെ RCM എന്താണെന്നും എങ്ങനെ RCMൽ കൂടി വിജയിക്കാമെന്നും ഞങ്ങളെ കൈപിടിച്ചുയർത്തിക്കൊണ്ട് പോകുന്ന ഞങ്ങളെ ഗ്രേറ്റ് ലീഡർ 3 പീടികയിലെ പ്ലാറ്റിനം ഫിറോസ് സാറാണ്. ഫിറോസ് സാറെ ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. നമുക്കറിയാം RCMൽ കുറെ പ്രൊഡക്റ്റുകൾ ഉണ്ട്. അതിൽ ഏറ്റവും നല്ല ഹൈലൈറ്റ് നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഗുഡ് ഡോട്ട് എന്ന് പറഞ്ഞ സെഗ്മെന്റ്. ഗുഡ് ഡോട്ടിനെ കുറിച്ച് നമുക്ക് എന്താ പറയാന്ന് വെച്ചാല്, നമ്മള് മാംസാഹാരം കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? പക്ഷെ എന്താണ് മാംസാഹാരം കഴിച്ചാൽ നമുക്ക് എന്താ ഉണ്ടാവുക? അതിൽ കൂടി നമുക്ക് പല പല അസുഖങ്ങളും പല പല ദോഷങ്ങളും ഉണ്ടാവും. അത് വെറുതെ നമ്മളൊരു രുചിക്ക് വേണ്ടി കഴിക്കുന്നത് മാത്രമാണ് അല്ലേ? പക്ഷെ നമ്മൾ ഗുഡ് ഡോട്ട് അതിനു വേണ്ടി നമുക്കൊരു എന്താ പറയാ നല്ലൊരു ബോധവൽക്കരണം, ആരോഗ്യത്തോടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയൊരു കുറച്ച് ഗുഡ് ഡോട്ടിന് കുറച്ചു തരം പ്രൊഡക്റ്റുകൾ ഉണ്ട്. അത് എങ്ങനെയാണ് നമുക്ക് പാചകം ചെയ്യാനും എങ്ങനെയാണ് അത് ഉപയോഗിക്കാനൊന്നും അറിയില്ല. ഇന്ന് എല്ലാവരും എന്താ പറയാ തിരക്ക് പിടിച്ചൊരു ജീവിത ശൈലിയാണ്. എന്ന് വെച്ചാൽ ഫാസ്റ്റ് ഫുഡ്, അതുപോലെ റെഡി ടു കുക്ക്, അങ്ങനെയൊക്കെയുള്ള തെരിച്ച ജീവിതത്തിൽ ആർക്കും ഇന്ന് നല്ലൊരു രുചിയോടെ ഭക്ഷണങ്ങൾ പാചകം ചെയ്യാനോ ഒന്നിനും ഒരു സമയമില്ലാത്ത പോലെ ഒരു ഇതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഗുഡ് ഡോട്ട് നമുക്ക് എന്താ പറയാ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ കയ്യിൽ കിട്ടിയിട്ടും ചിലവർക്കും അത് എന്താ എങ്ങനെയാണെന്നത് ഉണ്ടാക്കാം, എങ്ങനെ എന്തിൽ ഇതാണെന്നും ചിലവരും അത് ഉണ്ടാക്കിയിട്ട് രുചിയില്ല. അങ്ങനെയൊക്കെ വേണ്ടിയിട്ടാണ് നമുക്ക് ഗുഡ് ഡോട്ട് ഒരു ILCT കുക്കിംഗ് ഒരു ഇത് തുടങ്ങിയിട്ടുള്ളത്. അതിപ്പോ ILCT കുക്കിംഗ് എന്ന് വെച്ചാൽ കുറച്ച് പ്രോഡക്റ്റ് ഞാൻ പഠിച്ചു. അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് അഡ്വാൻസ് ലെവല് വെച്ചപ്പോൾ നമുക്ക് കുറെ എന്താ പറയാ വെറൈറ്റി ഡിഷുകൾ പഠിക്കാൻ നമുക്ക് സാധിച്ചു. അതുപോലെ നമുക്ക് പെട്ടെന്ന് അത് മാത്രമല്ല അതിൽ കൂടി നമുക്ക് കുറെ റെസിപ്പികള് അതുപോലെ എന്താ പറയാ സീക്രട്ട് റെസിപ്പികൾ എന്ന് പറയില്ലേ, നമ്മൾ ചില റെസ്റ്റോറന്റ് കാര്യമുണ്ട് സീക്രട്ട് റെസിപ്പികൾ മറ്റുള്ള പുറത്തുള്ള ആർക്കും പറഞ്ഞു കൊടുക്കുക ഒന്നും ചെയ്യില്ല. അതേപോലെ അഡ്വാൻസ് ലെവലിൽ നമുക്ക് കുറച്ച് നല്ല നല്ല റെസിപ്പികൾ പഠിച്ചു. അല്ലെങ്കിൽ ഞാൻ 2 റെസിപ്പികൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അറിയുന്നു. നമുക്കറിയാം വെഡ് ബൈറ്റ്സ്, ഗുഡ് ഡോട്ടിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് വെഡ് ബൈറ്റ്സ്. അതെന്ന് വെച്ചാൽ ഇതിൽ നല്ല റിച്ച് പ്രോട്ടീൻ അടങ്ങിയതാണ്. അതുപോലെ ഫൈബർ, അതുപോലെ 0 കൊളസ്ട്രോൾ ആണ്. വെഡ് ബൈറ്റ്സ് നമുക്ക് മിക്കവർക്കും കയ്യിൽ കിട്ടുമ്പോൾ ഇത് എന്താ ചെയ്യണ്ടേ, ഇത് എങ്ങനെയാ മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കണ്ടേ, ഇത് വെച്ചിട്ട് ടേസ്റ്റ് ഇല്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പല ഇതും തോന്നും ഇല്ലേ? പക്ഷെ നമ്മളത് പാചകം ചെയ്യുന്നത് പോലെ പാചകം ചെയ്ത് കഴിഞ്ഞാൽ വളരെ രുചിയോടെ കഴിക്കാൻ പറ്റുന്നതാണ്. പ്രോട്ടീൻസിനെക്കാളും വളരെ രുചിയോടെ കഴിക്കാൻ പറ്റുന്നതാണ് വെജ് ബൈറ്റ്സ്. വെജ് ബൈറ്റ്സിൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറയാൻ വരുന്നത്, നമ്മൾ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത്. നിങ്ങൾ ചെട്ടിനാട് എന്ന് കേട്ടിട്ടുണ്ടാവും ഇല്ലേ? ചെട്ടിനാട് എന്താ? ചെട്ടിനാട് ഗോൾഡ് കേട്ടിട്ടുണ്ടാവും, ചെട്ടിനാട് സിമന്റ് അങ്ങനൊക്കെ കേട്ടിട്ടുണ്ടാവും ഇല്ലേ? നമ്മൾ ഇന്ന് പറയുന്ന അതുപോലെ തന്നെ ചെട്ടിനാട് ബൈറ്റ്സ്. അപ്പൊ എന്താ വിചാരിക്കല്ലേ ചെട്ടിനാട് അമ്പോ. അപ്പൊ ഇന്ന് ഞാൻ ചെട്ടിനാട് ബൈറ്റ്സിനെ കുറിച്ച് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. അത് ആദ്യമായിട്ട് ഇതിന് വേണ്ട ഒന്ന് എഴുതി ഇങ്ങനെ പോയിന്റ് ഇങ്ങനെ കുറിക്കാൻ പറ്റുന്നവരൊന്ന് എഴുതി വെച്ചോ. ഇത് നല്ലൊരു റെസിപ്പിയാണ്. നല്ല റെസിപ്പി വെച്ചാല് ഞാനിത് ഉണ്ടാക്കി ഇതുപോലെ തന്നെ ഞാൻ എന്താ പറയാ ഒരു വീട്ടില് ക്രിസ്ത്യൻസിന്റെ വീടുണ്ടായിരുന്നു. അവരുടെ പെരുന്നാളിന് അവര് ഉണ്ടാക്കിയിട്ട് അവര് എന്നോട് പറഞ്ഞു, അവര് പ്രോട്ടീൻസ് മാത്രമേ മേടിച്ചിരുന്നുള്ളൂ. ഞാൻ ഇതിന്റെ റെസിപ്പി പറഞ്ഞു കൊടുത്തിട്ട് അവര് ഇത് മേടിച്ചിട്ട് പെരുന്നാളിന് ഉണ്ടാക്കി. അവർക്ക് ഭയങ്കര എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട ഒരു കറിയാണിത്. അതുപോലെ എന്റെ വീട്ടിലും. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ആദ്യം ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ എന്താണെന്ന് പറയാം. ഫസ്റ്റ് ആയിട്ട് ഇതിൽ വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, അതുപോലെ പെരിഞ്ജീരകം, പിന്നെ നമ്മൾ നല്ല ജീരകയില്ലേ അത്, നല്ല ജീരകം, തക്കോലം എന്ന് പറയുമ്പോൾ നമ്മള് സ്റ്റാർ ഇങ്ങനെ മസാലകളിൽ സ്റ്റാർ പോലെ ഉണ്ടാവില്ലേ അത്, തക്കോലം. അതുപോലെ തന്നെ വറ്റൽ മുളക്, മല്ലി, കുരുമുളക്, കറുവപ്പട്ട, അതുപോലെ കറിവേപ്പില, തക്കാളി, സവോള, ഉലുവ, കടുക്. ഇങ്ങനെ ഇത്രയും ഐറ്റമാണ് ഇതിന് വേണ്ടത്. അത് നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പാചകം ചെയ്യേണ്ട വിധം ഞാനൊന്ന് പറഞ്ഞു തരാം. ആദ്യം ഒരു കുക്കർ എടുത്തിട്ട് നമ്മൾ ബൈറ്റ്സിനെ പൊട്ടിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് കുക്കറിൽ ബൈറ്റ്സിനെ വേവിക്കാം. ഒരു 2-3 വിസിൽ കുക്കറിലിട്ടിട്ട് വേവിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു പാൻ എടുത്ത് അതിൽ വേണ്ടത് നമ്മൾ ഇത്രയും പറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ അതിൽ വറ്റൽമുളക്, മുഴുവൻ മല്ലി,
കുരുമുളക്, കറുവപ്പട്ട, കറുവപ്പട്ടയുടെ ഇലയും കൂടി വേണം കേട്ടോ. കറുവപ്പട്ടയുടെ ഇല, നല്ല ജീരകം, പെരിഞ്ജീരകം, തക്കോലം, ഇതും കൂടി ഡ്രൈ ആക്കി ഒന്ന് റോസ്റ്റ് ചെയ്യാം. എന്നിട്ട് അത് മാറ്റി വെക്കുക. റോസ്റ്റ് ചെയ്തിട്ട് അത് നമ്മൾ മാറ്റി വെക്കുക. മനസ്സിലായില്ലേ? ഒന്നുകൂടെ പറയണോ? എന്താ പറയാ, ഇഞ്ചി, പെരിഞ്ജീരകം, നല്ല ജീരകം, തക്കോലം, പച്ചമുളക്, മല്ലി, കുരുമുളക്, കറുവപ്പട്ടയുടെ ഇല, കറിവേപ്പില, ഇതും കൂടി ഡ്രൈ ആക്കിയിട്ട് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ അതേപോലെ തന്നെ കുറച്ച് നാളികേരം വേണം കേട്ടോ. കുറച്ച് നാളികേരം മാറ്റി വെച്ചിട്ട് അതേ പാനിൽ തന്നെ നാളികേരം നന്നായി റോസ്റ്റ് ചെയ്യാം. ചെയ്തതിന് ശേഷം ഈ മിശ്രിതം നാളികേരം മാറ്റി വെച്ചിട്ട് ആദ്യം വഴറ്റിയ ഇത് നന്നായി മിക്സിയിൽ പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് അത് വേണമെങ്കിൽ പൊടിച്ചതിന് ശേഷം മാറ്റി വെച്ചിട്ട് കുറെ ഇങ്ങനെ അതുപോലെ കുറെ ഉണ്ടാക്കിയിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കറികൾ എടുക്കുമ്പോൾ അത് ഉപയോഗിക്കാം. അത് കുറച്ച് മാറ്റി വെക്കാം. എന്നിട്ട് പൊടിച്ചതില് വീണ്ടും നാളികേരം നമ്മൾ വറുത്തതും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സിയിൽ വീണ്ടും നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ കുക്കറിൽ വേവിച്ച ബൈറ്റ്സ് ഒന്ന് തുറന്നു വെക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും ഒരു പാൻ എടുത്തിട്ട് അതിൽ നമ്മൾ ഇതുപോലെ മാറ്റി വെച്ച കടുക്, ഉലുവ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ റൈസ് ബ്രാൻ ഓയിൽ പാനിൽ ഒഴിച്ചതിന് ശേഷം അതിൽ ഉലുവ, കടുക് ഒന്ന് പൊട്ടിക്കുക. അതിനുശേഷം അതിൽ നമ്മൾ തക്കാളി, ചെറിയ തക്കാളി ആണെങ്കിൽ 2 എണ്ണം, അതുപോലെ തന്നെ ചെറിയ സവോള ആണെങ്കിൽ ഒരു ബൈറ്റ്സിന് 2 എണ്ണം വേണ്ടി വരും. വലിയ തക്കാളി ആണെങ്കിൽ 1 എണ്ണം മതി. അതുപോലെ തന്നെ വലിയ സവോള ആണെങ്കിൽ 1 എണ്ണം മതി. ഈ തക്കാളിയും സവോളയും കൂടി നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരുന്ന അരപ്പില്ലേ, ആ മിശ്രിതം ഈ തക്കാളി സവോള വഴറ്റിയതിൽ ആഡ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ നന്നായി ഡ്രൈ അപ്പൊ ഇങ്ങനെ നന്നായി ഡ്രൈ ആകുമ്പോൾ അതിൽ നിന്ന് എണ്ണ തെളിഞ്ഞു വരും. ഓയിൽ ഇങ്ങനെ തെളിഞ്ഞു വരും. തെളിഞ്ഞു വരുമ്പോ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ വേവിച്ച കുക്കറിലേക്ക് ഈ വഴറ്റി വെച്ച സവോള ഈ മിശ്രിതത്തിനെ വേവിച്ച കുക്കറിൽ ആക്കിയിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ച് ഗ്രേവിയുടെ വെള്ളം കുറവാണെങ്കിൽ കുറച്ച് നമുക്ക് ചൂടുവെള്ളം വേറെ സെപ്പറേറ്റ് ആയിട്ട് തിളപ്പിച്ചിട്ട് കുറച്ച് ചൂടുവെള്ളം അതിലേക്ക് ഒഴിക്കുക. നന്നായി നന്നായി ബോയിൽ ചെയ്യിക്കുക. ഇങ്ങനെ നന്നായി ബോയിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ അതിൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരും. അപ്പൊ നമുക്ക് പുളിയുടെ ടേസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കോൽപ്പുളിയില്ലേ, വാളംപുളി, ആ വാളംപുളി കുറച്ച് നമ്മൾ എടുത്തിട്ട് ഈ കറിയിൽ കുറച്ച് നമ്മൾ പിഴിഞ്ഞിട്ട് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ നന്നായി തിളപ്പിച്ച് വരാം. ഇത് നമ്മൾ കുറുക്ക് പോലെ ഇങ്ങനെ ഡ്രൈ പോലെ ആക്കിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെ നന്നായി ഡ്രൈ പോലെ വരട്ടിക്കൊണ്ടും ചെയ്യാം. കറി പോലെ ആണെങ്കിൽ നമ്മൾ ഗ്രേവി ആയിട്ട് തന്നെ ഇത് ഡ്രൈ ആയിട്ട് ഇതാക്കാം. എന്നിട്ട് അതിന്റെ മേലിൽ കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില തൂകിയിട്ട് നമുക്ക് നല്ല രുചിയോടെ ഇത് ചോറിനോട് കൂടിയായാലും ചപ്പാത്തിയുടെ കൂടിയായാലും പൂരിയുടെ കൂടിയായാലും എല്ലാത്തിനും കൂടിയും കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഡിഷാണ്. എന്ന് വെച്ചാല് ബൈറ്റ്സുമ്മ ചിലർ പറയും പച്ചക്കുത്ത് എന്ന് പറയും. ഈ പച്ചക്കുത്ത് മാറാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യണ്ടേ, നമ്മൾ ഈ കുക്കറിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് അടിച്ചാൽ തന്നെ നമ്മുടെ ആ പച്ചക്കുത്ത് മാറും, ബൈറ്റ്സിലുള്ള പച്ചക്കുത്ത് മാറും. ഇല്ലെങ്കിൽ നമുക്ക് ബൈറ്റ്സ് എന്ത് ചെയ്യണം, നമ്മൾ പൊട്ടിച്ച് വെച്ചിട്ട് ഒരു കണ്ടെയ്നറിലോ നമ്മൾ മസാല പറ്റും. അതിൽ നമുക്കൊരു മസാലയുടെ റെസിപ്പി പറയുന്നുണ്ട്. എല്ലാത്തിനും ഒരു ഇതുണ്ട്, അച്ചാരി മസാല എന്ന് പറയും. അത് നമുക്ക് അഡ്വാൻസ് ലെവലിൽ കിട്ടിയിട്ടുള്ള ഒരു ഇതാണ്, അച്ചാരി മസാല എന്ന് പറയും. അത് നമ്മൾ റെസ്റ്റോറന്റിലൊക്കെ ഒരു പൊടിക്കൈ ഉണ്ടാവില്ല, അതേപോലെ അച്ചാരി മസാല എന്ന് പറയുമ്പോൾ നമ്മൾ കുരുമുളക്, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകം, നല്ല ജീരകം, അത് കുറച്ച് സോൾട്ടിലേക്ക് നന്നായി മിക്സ് ആയിട്ട് പേസ്റ്റ് പോലെ രൂപത്തിലാക്കിയിട്ട് ഈ ബൈറ്റ്സിൽ നമുക്ക് പുരട്ടിയിട്ട് ഒരു നല്ല കണ്ടെയ്നറിൽ അടിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അത് എടുത്ത് ഉപയോഗിക്കുമ്പോൾ മസാലകൾ ഈ ബൈറ്റ്സിൽ നന്നായി പിടിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ ബൈറ്റ്സിനുള്ള ഒരു എന്താ പറയാ, ചിലവർ പറയും ഒരു കുത്ത് വരുന്നുണ്ട്, വേറൊരു ടേസ്റ്റ് വരുന്നു. ആ ടേസ്റ്റ് മാറ്റാൻ വേണ്ടി പറ്റും. ഇപ്പൊ വെച്ച് കറി എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് നല്ല ചോറോട് കൂടി കഴിക്കാം. ഞാൻ ഇതിപ്പോ വീട്ടിൽ ഉണ്ടാക്കി കൊടുത്തപ്പോ അമ്മ പറയാ, പണ്ടത്തെ നാടൻ കോഴിക്കറി വരത്തരച്ച് വെക്കുന്ന ഒരു ടേസ്റ്റ് ആണ് ഉണ്ടായിട്ടുള്ളതെന്ന്
അമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മളുടെ ചെട്ടിനാട് ബൈറ്റ്സ് റെസിപ്പി. എല്ലാവർക്കും റെസിപ്പിയുടെ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എന്താ പറയാ, ഇത് ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ട് വീട്ടിലിപ്പോ ഞാൻ ഗസ്റ്റ് വന്നപ്പോഴാലും ഇത് ഉണ്ടാക്കി കൊടുത്തു. അവർക്കൊക്കെ നല്ല ഇഷ്ടമായി. അവർ ചോദിക്കും ഇത് ബൈറ്റ്സ് കറിയാണോ? പണ്ട് എന്താ പറയാ, പണ്ട് മുന്നേ ചെറിയ തറവാടുകളിലൊക്കെ ഇങ്ങനെ വറുത്തരച്ച് വെക്കുന്ന ഒരു കറിയുടെ വേറൊരു ടേസ്റ്റ് ആണ്. അതിലും നല്ല ടേസ്റ്റ് ആണെന്ന് തോന്നുന്നു. അതിലും ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇടില്ല. അപ്പൊ അത്രയും നല്ല ഒരു ഇതാണ് ബൈറ്റ്സ്. അതുപോലെ തന്നെ എല്ലാവർക്കും ഇപ്പോ ബൈറ്റ്സ്, ചെട്ടിനാട് ബൈറ്റ്സിനെ കുറിച്ച് മനസ്സിലായി, കറിയിൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാം. ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, ഓ ബൈറ്റ്സിന് ഇങ്ങനെയും കൂടി കറി വെക്കാൻ പറ്റുമല്ലേ. നല്ല ടേസ്റ്റാണ്. നമുക്ക് ചോറിനോടൊപ്പം ആയാലും കഴിക്കാം. നല്ല ടേസ്റ്റ് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ചില ബൈറ്റ്സ് ഒക്കെ നമ്മൾ ഡ്രൈ ആക്കി ചപ്പാത്തി കൂടെ ഒക്കെ കഴിക്കാൻ ഇഷ്ടമുണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ബൈറ്റ്സിനെ കുറിച്ച് ഒരു സ്നാക്സ് പോലുള്ളത് ഞാൻ പറഞ്ഞു തരാം. സ്നാക്സ് പോലെ എന്ന് വെച്ചാൽ ബൈറ്റ്സ് റൈസ്, സ്റ്റീം റൈസ് ബോള്. അത് നമ്മൾ പണ്ട് കൊഴുക്കട്ടൊക്കെ ഉണ്ടാക്കിയില്ലേ, കൊഴുക്കട്ടൊക്കെ ഉണ്ടാക്കുന്നതിന്റെ ഒരു ഇതാണ്. ഇതിന് വേണ്ടത് അതുപോലെ തന്നെ നാളികേരം, ഏലക്കായ, ശർക്കരപ്പൊടി, അണ്ടിപ്പരിപ്പ്, മുന്തിരി നിങ്ങളെ ചോയ്സ് ആണ്. ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഉണക്കമുന്തിരിയില്ലേ, അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ബൈറ്റ്സിനെ നന്നായി എടുത്തിട്ട് മിക്സിയിൽ നന്നായി ക്രഷ് ചെയ്യാം. നല്ല പൊടി പോലെ ആക്കാം ബൈറ്റ്സ് എടുത്തിട്ട് മിക്സിയിൽ. പിന്നെ ഇതിന് വേണ്ടത് അരിപ്പൊടി വേണം കേട്ടോ, അരിപ്പൊടി. പിന്നെ അതുപോലെ നമ്മുടെ ബസുമതി റൈസ് ഇല്ലേ, ബസുമതി റൈസ് നമ്മൾ ഉണ്ടാക്കുന്നതിന് ഒരു 3 മണിക്കൂർ മുമ്പോ 4 മണിക്കൂർ മുമ്പോ വെള്ളത്തിൽ കുതിർത്തി വെക്കാം. നമ്മൾ ബസുമതി റൈസ് കുതിർത്തി വെച്ചിട്ട് 4 മണിക്കൂർ കുതിർത്തി വെച്ചതിന് ശേഷം എടുത്തിട്ട് നമ്മളൊരു പ്ലേറ്റിലോ അങ്ങനെ നന്നായി പിന്നെ പരത്തിയിടാം. അരിനെ പരത്തി വെക്കാം, കുതിർത്തി വെച്ച അരിയുടെ. എന്നിട്ട് നമ്മളൊരു പാൻ എടുത്തിട്ട് ബൈറ്റ്സ് ഞാൻ പറഞ്ഞില്ലേ മിക്സിയിൽ നന്നായി ക്രഷ് ചെയ്യാം. വെജ് ബൈറ്റ്സ് മിക്സിയിൽ നന്നായി ക്രഷ് ചെയ്തതിന് ശേഷം അതൊരു പാനിലിട്ട് നന്നായി റോസ്റ്റ് ചെയ്യാം. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായി റോസ്റ്റ് ചെയ്യാം. റോസ്റ്റ് ചെയ്തതിന് ശേഷം അതില് നമ്മൾ ചിരവി വെച്ച നാളികേരം ഇടാം. അതുപോലെ തന്നെ ശർക്കരപ്പൊടി, അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ ഏലക്കായ പൊടിച്ച് അങ്ങനെ ഇങ്ങനെ വെറുതെ ജസ്റ്റ് ഒന്ന് ഏലക്കായും പൊടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെറുതെ ഒന്ന് ചൂടാക്കിയിട്ട് മാറ്റി വെക്കാം. മാറ്റിയതിനു ശേഷം നമ്മൾ കൊഴുക്കട്ടയ്ക്ക് അരിപ്പൊടി കുഴക്കില്ലേ, തിളച്ച വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് കൊഴുക്കട്ടയിൽ നമ്മൾ എന്താ പറയാ കൊഴുക്കട്ടയ്ക്ക് ഉണ്ടാക്കുന്ന പോലെ കുഴച്ചിട്ട് ആ മാവ് ഓരോ ഉരുളകളാക്കിയിട്ട് നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. കൊഴുക്കട്ട ഉണ്ടാക്കുന്ന പോലെ ഈ ഫില്ലിങ് ഇതിൽ വെച്ചിട്ട് ഉണ്ടാക്കുക. എന്നിട്ട് നമ്മൾ ബസ്മതി റൈസ് പരത്തി വെച്ചിട്ടുണ്ടല്ലോ, ഈ ബോള് ബസ്മതി റൈസിൽ നമ്മൾ ഒന്നിങ്ങനെ എന്താ പറയാ, നമ്മള് ബ്രെഡ് കംസ് ഒക്കെ മുക്കില്ലേ, അതുപോലെ ഫുള്ള് ഇങ്ങനെ ഫില്ല് ചെയ്ത് വെക്കുക. ഫുള്ളായിട്ട് വെച്ചിട്ട് നമ്മൾ അതുപോലെ തന്നെ ഇഡ്ഡലി തട്ടിൽ നമ്മൾ കൊഴുക്കട്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ ആവിയിൽ വേവിച്ചെടുക്കുക. അപ്പൊ അത് കാണാനും കൂടി നല്ലൊരു ഭംഗിയാണ്. ആവിയിൽ റൈസ് ബസ്മതി റൈസ് കുതിർന്ന ഒരു 10-20 മിനിറ്റിനും ഇതായിട്ട് നമുക്ക് വേവും. അത് കാണാനും നല്ലൊരു ഭംഗിയാണ്. അത് ജപ്പാനിലെ ഒരു ഡിഷ് പോലെ എന്ന് പറയുന്നത് സൂയി ഇങ്ങനെ എന്തോ പറഞ്ഞു മേഡം, അതുപോലെ ഒരു ഡിഷാണ്. പക്ഷെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. ഇതന്നെ നമുക്ക് സ്പൈസി ആയിട്ട് ഉണ്ടാക്കാം. എന്ന് പറയുമ്പോൾ ഇതില് നമുക്ക് ബൈറ്റ്സിൽ ഉരുളൻകിഴങ്ങ്, പൊട്ടാറ്റോ അതൊരു പാൻ എടുത്തിട്ട് അതില് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സബോള വഴറ്റ, പിന്നെ അതിൽ നമ്മൾ പൊട്ടാറ്റോ പൊടിച്ചിടാം. എന്നിട്ട് അതുകൂടെ ബൈറ്റ്സ് ഇടാം. അപ്പൊ ഇതേ സംഭവം തന്നെ നമ്മള് മധുരമുള്ള ഫില്ലിങ് ഇതിൽ ചെയ്തതുപോലെ തന്നെ ബൈറ്റ്സിന്റെ ഫില്ല് ചെയ്തിട്ട് നമുക്ക് നല്ല സ്റ്റീം ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ കാണാനും നല്ല ഭംഗിയാണ്. റൈസ് ഫുള്ളും ഇതിലിങ്ങനെ റോളായി നിൽക്കും. അപ്പൊ അതാണ് സ്റ്റീം റൈസ് ബോൾ എന്ന് പറയുന്നത്. കാണാനും നല്ലൊരു ഭംഗിയായിരിക്കും. കാണാം, നമുക്ക് ആരെയും മുന്നിൽ നല്ല പ്രസന്റ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇത് തന്നെയാണ് ബൈറ്റ്സ് കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെയാണ് അങ്ങനെയുള്ള ഒരു റെസിപ്പിയാണ് ബൈറ്റ്സിനെ കുറിച്ച്. അപ്പൊ നമുക്ക് വേറെ വ്യത്യസ്തമായ വെറൈറ്റി ഡിഷുകൾ ഉണ്ടാക്കാം. ഞാനിത് മിഞ്ഞാന്ന് പോലും ഉണ്ടാക്കിയിട്ടുള്ളതാണ് റൈസ് മോളിങ്ങനെ. അതെന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ബൈറ്റ്സ് പ്രോട്ടീൻ ആണ്. അതിൽ നാളികേരം, ഏലക്കായ, അതുമല്ല ഓയിലി ടൈപ്പ് ആവിയിൽ പുഴുങ്ങി കഴിക്കുന്നവർക്കൊക്കെ ബൈറ്റ്സ് ഇതുപോലെ ചെയ്ത് ശരിക്കും നാളികേരത്തൊപ്പം ചേരുമ്പോൾ ബൈറ്റ്സ് ആണോ നമ്മൾ കഴിക്കുന്ന അറിയില്ല. നമ്മൾ ആവിയിലൊക്കെ നാളികേരം ഒപ്പം ഉണ്ടാക്കി അടയൊക്കെ ഉണ്ടാക്കില്ലേ,
അതേ ഒരു ടേസ്റ്റ് ആണ് നമ്മൾ ഈ ബൈറ്റ്സ് കൊണ്ട് ഈ സ്റ്റീം ബോൾ ഉണ്ടാക്കി കിട്ടുന്ന ഒരു ഇത്. അതുപോലെ തന്നെ ബൈറ്റ്സ് കൊണ്ട് നമുക്ക് ഷവർമ ഉണ്ടാക്കാം. നമുക്ക് അറിയാൻ പറ്റും അല്ലെ, ബൈറ്റ്സ് കൊണ്ട് ഷവർമ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തന്നെയാണ്. നല്ല ടേസ്റ്റ് ആണ്. നമ്മൾ ചിക്കൻ ഷവർമയൊക്കെ മാറി നിൽക്കണം. ഇതുപോലെ ബൈറ്റ്സ് നമ്മൾ നീളത്തിൽ അരിഞ്ഞിട്ട് ഒന്ന് പാനിൽ ഒന്ന് നന്നായി റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ എന്താ പറയുക, നമ്മളെ വെജിറ്റബിൾ വെച്ചാൽ ക്യാരറ്റ്, കാബേജ്, എന്താ പറയാ ക്യാപ്സിക്കം, അതൊക്കെ നീളത്തിൽ സ്ലൈസ്, അത് കുക്കുംബർ, ക്യാരറ്റ്, കുക്കുംബർ, കാബേജ്, അത് നന്നായി നീളത്തിൽ നല്ല നൈസായിട്ട് നീളത്തിൽ നമ്മൾ അരിഞ്ഞു വെച്ചിട്ട് എന്താ പറയാ നമ്മൾ കട്ടത്തൈരില്ലേ, പുളിയില്ലാത്ത കട്ടത്തൈര്, അതിൽ കുറച്ച് കുരുമുളക്, ചതച്ച മുളകില്ലേ, ചതച്ച വറ്റൽ മുളക്, കുരുമുളക്, തുണ്ട് ജീരകം, ടേസ്റ്റിന് മാത്രം പിഞ്ച്, അതിട്ടിട്ടൊന്ന് നമ്മൾ തൈരിൽ നന്നായി മിക്സ് ചെയ്യാം. ഈ പച്ചക്കറി വെജിറ്റബിൾ ഇട്ടിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ആട്ട കൊണ്ട് നല്ലൊരു റൊട്ടി ഉണ്ടാക്കാം. റൊട്ടിയോ ചപ്പാത്തിയോ ഇത്തിരി ഇതിൽ നന്നായി നമ്മൾ ആട്ട കൊണ്ട് റൊട്ടി ഉണ്ടാക്കാം. അതുപോലെ മയനേഴ്സ് നമ്മൾ എഗ്ലെസ് ആണ്. എഗ്ലെസ് ഉള്ള മയനേഴ്സ് നമുക്കറിയാം. ഉരുളൻകിഴങ്ങ് പുഴുങ്ങി ഗാർലിക് ഓയിലും കൂടി നന്നായി മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഹെൽത്തിയായ മയനേഴ്സും കിട്ടും, എഗ്ലെസ്സായ മയനേഴ്സും കിട്ടും. അപ്പൊ ഈ മയനേഴ്സ് നമ്മൾ എന്താ പറയാ, ചപ്പാത്തി പരട്ടി നമ്മൾ ഈ എന്താ പറയാ തൈരിലാക്കി വെച്ച ഇത് ഇതുപോലെ ചെയ്യാം. എന്നിട്ട് ഈ ബൈറ്റ്സ് വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് വെറുതെ പാനൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ഷവർമ മാറി നിൽക്കണം. അത്രയും ഹെൽത്തി ആയതാണ്. പുറത്തുനിന്ന് നമ്മൾ മേടിക്കുന്ന ഈസ്റ്റൊക്കെ ഇട്ട് പൊന്തിച്ച് വെച്ചാൽ ഇതായ റൊട്ടിയും കാര്യങ്ങളൊക്കെ. അതുപോലെ ചിക്കൻ നമുക്കറിയാം, എത്രയോ പഴക്കം ഇതുള്ള ചിക്കനാണ് ഷവർമ കഴിച്ചിട്ട്. അതുപോലെ തന്നെ മൈനേഴ്സ്, അതിലുണ്ടാവുന്ന മൈനേഴ്സ് നമുക്കറിയാം. എഗ് അല്ലേ, മുട്ട നമ്മൾ പച്ചമുട്ടയാണ് അവരടിക്കുന്നത്. ആ പച്ചമുട്ട ഇത്രയും നമ്മൾ ഇതിൽ ഇരുന്നാൽ അത് വിഷായി മാറുന്ന പറയാത്. ഇത് നമുക്ക് ഹെൽത്തി ആയ വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ഫുഡുകൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതിന് ഏറ്റവും വലിയൊരു നല്ല കാര്യമാണ്. എനിക്ക് ഈ കുക്കിംഗ് അഡ്വാൻസിൽ ഏറ്റവും കിട്ടിയ ഓരോ കാര്യങ്ങളാന്ന് വെച്ചാൽ വെറൈറ്റി ഇപ്പൊ ഡിഷുകൾ എനിക്ക് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാം. എന്ന് വെച്ചാൽ നോൺ മേടിക്കുന്ന സത്യം പറഞ്ഞാൽ കുറവാണ്. ആദ്യം മോൾക്ക് നോൺ ഇങ്ങനെ ഇഷ്ടമാണ്. അങ്ങനെ അപ്പം അവളെന്നെ ഇപ്പൊ അധികം കഴിക്കുന്നത്. അപ്പൊ അവളെന്നെ പറയും ഇങ്ങനെ ഷവർമ ഉണ്ടാക്കി കൊടുത്തരൂ. പിന്നെ ഇതുപോലെ തന്നെ ഇത് എനിക്കൊരു പണി പോലെ, എന്തിനാ പഠിച്ചതെന്നാണ് ചോദിക്കുന്നത്. ഉണ്ടാക്കി കൊടുത്തില്ല പറയും, ഉണ്ടാക്കി പഠിച്ചതല്ലേ, ഉണ്ടാക്കി തരുന്ന. അത്രയും വീട്ടിലെല്ലാവർക്കും, അമ്മ പോലും ഇങ്ങനെ ഇത് കൂടുതൽ കഴിക്കാത്ത വ്യക്തിയാണ്. ആദ്യം ബൈറ്റ്സ് അമ്മയ്ക്ക് ആദ്യം ഇഷ്ടമുണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ വെക്കുമ്പോ ഇങ്ങനെ മുളക് ഇതൊന്നും പിടിക്കാത്ത പോലെ ടേസ്റ്റ് പോലെ. ഇപ്പൊ ഉണ്ടാക്കി കൊടുക്കുമ്പോ അമ്മ പറയും നീ അതുപോലെ മസാല വറുത്തരച്ചു വെച്ചാൽ മതി എന്ന് പറയും. അത്രയും ഓരോ നമുക്ക് എന്താ പറയാ ഇതാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളതല്ലേ നമുക്ക് എന്താ പറയാ നൂഡിൽസ് അല്ലെ. നൂഡിൽസ് അതിന്റെ അതുപോലെ തന്നെ നല്ല ഹൈ പ്രോട്ടീന്, അതുപോലെ ഫൈബർ കണ്ടന്റ് ഉണ്ട്, സീറോ കൊളസ്ട്രോൾ ആണ്. ഏറ്റവും നല്ല ഇഷ്ടമാണ് നമുക്ക് നൂഡിൽസിന് കൊണ്ട് തന്നെ വെറൈറ്റി നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. നമ്മളെ മസാലപ്പൊടി ഇട്ട് ഒന്ന് നൂഡിൽസ് വെള്ളത്തിൽ വറ്റിച്ചിട്ട് അല്ലെങ്കിൽ അതിൽ കുറച്ച് പച്ചക്കറികൾ കരിഞ്ഞിട്ടിട്ടാണ് നമ്മൾ കുട്ടികൾക്ക് നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കുക ഇല്ലേ. അവർക്കും നമ്മൾക്ക് വെറൈറ്റികൾ ഉണ്ടാക്കി കൊടുക്കാം. വെറൈറ്റി ഉണ്ടാക്കി കൊടുക്കാന്ന് പറയുന്നത് നൂഡിൽസ് നമ്മൾ ഏറ്റവും ഈസി ആയതാണ്. നൂഡിൽസ് നമ്മൾ ഹാഫ് ബോയിൽ ചെയ്യാം, അതായത് മാറ്റി വെക്കാം. എന്നിട്ട് കുറച്ച് നമ്മൾ റൈസ് ബാൻ ഓയിൽ ഒഴിച്ചിട്ട് ആ നൂഡിൽസിനെ ഒന്ന് നമ്മൾ ഷേപ്പ് പോലെ പല ഷേപ്പിൽ വറുത്തെടുക്കാം. എന്ന് വെച്ചാൽ ഒരു ബൗൾ എടുത്തിട്ട് ആ നൂഡിൽസിനെ അതിലിട്ട് എണ്ണയിലിടാം. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും, കാണുമ്പോൾ തന്നെ കുട്ടികൾ കഴിക്കത്. എണ്ണയിലിട്ടിട്ട് അപ്പൊ ഒരു ഷേപ്പ് ആവും. പിന്നെ അതിന്റെ ബാക്കിയുള്ളത് നൂഡിൽസിനെ റൗണ്ടിലിടാം. അപ്പൊ ഒരു പൂവിന്റെ ഒരു ഷേപ്പ് പോലെയാണ് ഇത് വരാം. നല്ല ഭംഗിയെ കാണാൻ വേണ്ടിട്ട് അത് ഞാൻ ഉണ്ടാക്കിയ ഇങ്ങനെ നമുക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു ആർട്ട് പോലെയാണ്. ഫുഡ് ഒരു ആർട്ട് പോലെയായിട്ട് നമ്മൾ ചെയ്യാന്ന് പറയില്ലേ, അങ്ങനെ ഒരു പൂ പോലെ ആക്കിയിട്ട് നൂഡിൽസിനാക്കിയിട്ട് ഇതുപോലെ തന്നെ ഒരു സൂപ്പ് ഉണ്ടാക്കാം. അതായത് നമ്മൾ പ്രോട്ടീൻസ് വറുത്തിട്ട് അതുപോലെ നമ്മൾ എല്ലാ വെജിറ്റബിളും കോൺഫ്ലോർ ഒന്ന് കലക്കിയിട്ട് ബൗളിൽ. ഇത് കുറെ റെസിപ്പികൾ ഞാൻ ഇത് വേഗം പറയുന്നത് പോവാണ്. ഇത് ഇങ്ങനെ ഇതായി പറയാൻ നിന്ന് കഴിഞ്ഞാല് ടൈം ഉണ്ടാവില്ല. ഇങ്ങനെ വെച്ച് നിർത്തി നല്ല ഇതിലായിട്ട് പറയണം. കുറെ അത്രയും നല്ല റെസിപ്പി ഉണ്ട്. അപ്പൊ നൂഡിൽസിന് അങ്ങനെ പല വെറൈറ്റിയിലും ചെയ്യാം. പിന്നെ ഞാൻ നൂഡിൽസ് കൊണ്ട് ബേർഡ് നെസ്റ്റ് ഇത് കൂട് പഠിച്ചു. അതും നമുക്ക് പറയാൻ വേണ്ടി കുറെ ഉണ്ട്. അത് കുറെ ചെയ്യേണ്ടതാണ്. അത് നിങ്ങൾ അഡ്വാൻസിൽ ILCT കയറിയാൽ തന്നെ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഞാൻ പറയുന്നത് ഒന്നുമല്ല എന്ന് വെച്ചാൽ അത്രയും വെറൈറ്റി ഫുഡുകൾ നമുക്ക് പറിക്കാൻ പറ്റും. എനിക്ക് അത് കാരണം ഭയങ്കര സന്തോഷമാണ്. ഇപ്പൊ കുക്ക് ചെയ്യാൻ തന്നെ പ്രോട്ടീസിന്റെ പ്രൊഡക്റ്റ് കൊണ്ട് എനിക്ക് കുക്ക് ചെയ്യാൻ തന്നെ വളരെ സന്തോഷമാണ്. അതുപോലെ ഏറ്റവും നമ്മളെ നിസ്സാരമായതാണ് നമ്മുടെ ഗുഡ്സിപ്പ് കൊണ്ട് തന്നെ എന്തൊക്കെ വെറൈറ്റി ഉണ്ടാക്കാൻ പറ്റും. ആദ്യം ഞാൻ സത്യം വെച്ച് വെറുതെ വെള്ളത്തിൽ കലക്കി കുടിക്കുന്ന ഒരു സംഭവമാണ് ഗുഡ്സിപ്പ്. അതെല്ലാരും അങ്ങനെ തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നത്. ഇതിൽ തന്നെ മോക്ടെയിൽ എന്ന് പറഞ്ഞ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാം.
പേര് കേൾക്കുമ്പോൾ നോക്കുമ്പോൾ എന്ത് രസമല്ലേ, ആൾക്കാർക്ക് എന്താ പറയുക ഗുഡ്സിപ്പിന്റെ മോക്ടെയിൽ കേൾക്കുമ്പോൾ തന്നെ ഒരു വലിയ രസമുള്ള ഒരു പേരല്ലേ അല്ലെ, കോക്ടെയിൽ എന്നൊക്കെ പറയുന്ന പോലെ മോക്ടെയിൽ നല്ലൊരു പേരാണ്. അതെന്താ പറയാ അത്രയും എളുപ്പമുള്ള കാര്യമാണ്. നമ്മൾ എന്താ പറയുക ഒരു ഗ്ലാസ് എടുക്കുക, ഗുഡ്സിപ്പ് പകുതി പൊട്ടിച്ചിടുക, അതിൽ 2 ഐസ് ക്യൂബ് ഇടുക, നമുക്ക് പുഷ് ഉണ്ട്, നമ്മള് സിറപ്പ് മാംഗോ ഉണ്ട്, നമ്മളെ റോസ് സർബത്ത് ഉണ്ട്. അത് ഏതാ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് ഗ്ലാസ്സിൽ ഒഴിക്കുക, അതിന്റെ കൂടെ കുറച്ച് സോഡ ഒഴിക്കുക, മിന്റ് ഇടുക, 2 ചെറുനാരങ്ങ മുറിച്ചിടുക, അതുപോലെ നമ്മുടെ ഇതില്ലേ എന്താ പറയാ കസ്കസ് അത് വെള്ളത്തിലിട്ട് വിഭിച്ചാല് ഇത്രയും നല്ല ടേസ്റ്റുള്ള ഡ്രിങ്ക്, അടിപൊളിയാണ്. അടിപൊളി ഡ്രിങ്ക് ആണിത്. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയാ പുറത്തുനിന്ന് എല്ലാവർക്കും പാനിപൂരി കഴിക്കും അങ്ങനെയൊക്കെ അല്ലേ, പാനിപൂരിയുടെ ആ വെള്ളം ലിക്വിഡ് ആർക്കും ഇഷ്ടപ്പെടില്ല, അതൊരു പുളിരസം അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു രസമല്ലേ. പക്ഷെ ഇതുകൊണ്ട് നമ്മള് പാനിപൂരിയുടെ വെള്ളം ഉണ്ടാക്കി നോക്കിക്കേ. ഇതെന്ന് വെച്ച് പറയുന്നത് 1 ലിറ്റർ വെള്ളത്തിന് 3 ഗുഡ്സിപ്പ് ഇടാം. ഗുഡ്സിപ്പ് ഇട്ടിട്ട് നമ്മളെ കായപ്പൊടിയില്ലേ, നമ്മളെ കായപ്പൊടിയും നമ്മളെ റെഡ് ചില്ലി എന്ന് പറഞ്ഞാല് എരിവിന് ആവശ്യത്തിനുള്ള റെഡ് ചില്ലിയും കുറച്ച് മല്ലിയിലയും തുണ്ട് ജീരകം, നമ്മളെ തുണ്ട് ജീരക പൊടി ഇട്ട് കഴിഞ്ഞാൽ പാനിപൂരി ഉണ്ടാക്കുന്ന ആ വെള്ളം ഇല്ലേ, വെള്ളം മാറി നിൽക്കണം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ പാനിപൂരി കഴിക്കാൻ ഞാൻ വെള്ളം അത് കഴിക്കാറ് എനിക്ക് ഇഷ്ടപ്പെടാറില്ല. ഇത് പക്ഷെ ഇതുകൊണ്ട് ഉണ്ടാക്കിയിട്ട് പാനിപൂരി കഴിച്ചു കഴിഞ്ഞാലില്ലേ പാനിപൂരി വായിലിട്ടത് ഓർമ്മയുണ്ട്, അത് അങ്ങോട്ട് അലിഞ്ഞു പോണത് അറിയില്ല. അത്രയും ഗുഡ്സിപ്പ് കൊണ്ട് ഇത്രയും എന്താ പറയാ കാര്യങ്ങൾ നമുക്ക് ഇന്നും വെറൈറ്റി നമുക്ക് പഠിക്കാൻ പറ്റും. വീണ്ടും അഡ്വാൻസ് ലെവലിൽ കയറിക്കാൻ വെറൈറ്റി ഡിഷുകൾ പഠിക്കാൻ പറ്റും. എനിക്ക് ആദ്യം ഇതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇളം ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കാൻ മാത്രമേ എനിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ അഡ്വാൻസ് ലെവലിൽ വന്നപ്പോഴാണ് ഇങ്ങനെ കുറെ കാര്യങ്ങൾ എന്താ പറയാ വീണ്ടും 7 ദിവസത്തെ ക്ലാസ് ആയിരുന്നു. എന്താ പറയാ നമ്മള് ഒരു എന്താ പറയാ ഹോട്ടൽ മാനേജ്മെന്റ് ഇതൊക്കെ പഠിക്കണമെങ്കിൽ നമ്മൾ എന്തോരം ക്ലാസ് പൈസ ചെലവാക്കണം. ഇതൊക്കെ നമുക്ക് വേണ്ട, ഒരു പൈസയുടെ ആവശ്യമില്ല. നമുക്ക് വേണ്ടത് നല്ലൊരു ഇതും ചെയ്യാനുള്ള നല്ലൊരു മനസ്സും ഒരു സമയം കണ്ടെത്താം. അതിന് വേണ്ടിയിട്ട് കുറച്ചു നേരം ഒരു മണിക്കൂർ അരമണിക്കൂർ സമയം കണ്ടെത്തി തന്നെ നമുക്ക് ഈ ഐൽസെറ്റിൽ കയറിയിട്ട് നല്ലൊരു ഷെഫായി മാറാൻ പറ്റും. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, കുക്കിങ്ങിനോട് ഭയങ്കര താല്പര്യമുള്ള ആരാണ്. എനിക്കൊരു യാസമിൽ കൂടി തന്നെ നല്ലൊരു ഷെഫായി മാറണം. അതാണ് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം. സത്യം പറയും, ഞാൻ ആള് ചോദിക്കും നീ വലിയ റെസ്റ്റോറന്റ് ഒക്കെ ഇടും? ഞാൻ ഇടും. ഞാൻ പറഞ്ഞു ഇടും ഞാൻ. എന്നിട്ട് ആസിയം ഗുഡ് ഡോട്ട് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറന്റ് തന്നെ ഇടും. എനിക്ക് അത്രയും വെച്ച് പറഞ്ഞ് ഞാൻ ഇത് കയറിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര നഷ്ടമാണ്. നിങ്ങൾ അത് ഓരോരുത്തരും മനസ്സിലാക്കുക. നിങ്ങൾ വിചാരിക്കും അത് കുക്ക് ചെയ്യണ്ടേ, അത് ചെയ്യണ്ടേ, ഇത് ചെയ്യണ്ട, മടി വിചാരിക്കേണ്ട. ഒരു നല്ലൊരു മനസ്സും ഇത് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറൈറ്റി വരും. ഇത് ഞാൻ പറഞ്ഞത് ഒന്നുമല്ല, എന്നും വീണ്ടും കുറെ സീക്രട്ട് റെസിപ്പികൾ ഉണ്ട്. അത് നമ്മൾ പറയില്ലേ ചില റെസ്റ്റോറന്റ് എല്ലാം പറഞ്ഞു കൊടുക്കും, പക്ഷെ ആ ചേരുവകൾ അവർ പുറത്തു വിടില്ല. അതുപോലെയാണ് നിങ്ങൾ അഡ്വാൻസ് ലെവലിൽ കയറി ILCT കുക്കിംഗ് ലെവലിൽ കയറി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതുപോലെ കുറെ റെസിപ്പികൾ പഠിക്കാനും പറ്റും. നിങ്ങൾ അതുപോലെ തന്നെ എല്ലാവരും ഇതിന് മനസ്സ് വെക്കുക, ILCT കുക്കിങ്ങിൽ കയറാം. ഉറപ്പായിട്ട് നിങ്ങളൊരു നല്ലൊരു ഷെഫായി മാറുന്നുള്ള ഒരു നല്ലൊരു ഇതുണ്ട്. അതുപോലെ തന്നെ എനിക്കും നല്ലൊരു സന്തോഷമാണ്. ആ ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സുഖമില്ലാത്ത പോലെയാണ്. ഒരു രസമാണ് കുക്ക് കൂടി ഇന്ന് ചെയ്യുമ്പോൾ തന്നെ ഒരു എന്താ പറയാ ഇങ്ങനെ മാഡം ഇങ്ങനെ ഒരു പറയും നമ്മളത് ചെയ്യുമ്പോൾ ഒരു ഭയങ്കര ഒരു എന്താ പറയാ ഭയങ്കര ഒരു ഇതാണ്. അപ്പൊ എല്ലാവർക്കും ഇതുപോലെ ഇത് കേട്ടിട്ട് എല്ലാവരും കുക്കിങ്ങിൽ കയറാം. എല്ലാവർക്കും RCM കൂടി നല്ല നല്ല വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.